ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയിട്ട് ട്രെയിലർ ഇന്ന് വരും, നാളെ വരും, കഴിഞ്ഞ ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ത്രില്ലിലിരിക്കുകയാണ്. ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട് അവസാനം വന്നത് നമ്മുടെ DC-യുടെ സൈഡിൽ നിന്ന് സൂപ്പർ ഗേളിൻ്റെ ട്രെയിലർ തന്നെയാണ്. അപ്പോൾ എന്തായാലും മാർവലിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു അനക്കോ അപ്ഡേറ്റോ ഒന്നും അവർ ഇതുവരെ ഒഫീഷ്യലി തന്നിട്ടില്ല. ട്രെയിലർ വരുന്നതോ ട്രെയിലർ ടീസറെങ്കിലും വരാൻ പോകുന്നതിൻ്റെ ഒരു ടീസ് പോലും അവർ തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു ട്രെയിലർ എന്തായാലും നമ്മുടെ അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ കൂടെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് കൺഫേം ആയിട്ടുണ്ട്. അത് ഒഫീഷ്യലി, അതായത് പടം ഇറങ്ങിയിട്ട് അത് അവതാർ ഇറങ്ങിയതിൻ്റെ ഫസ്റ്റ് വീക്ക് എന്തായാലും ഓൺലൈനിൽ വരത്തില്ല, ഓൺലി തിയേറ്റേഴ്സിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അവതാർ കാണണം. ഇത് പക്ക ബിസിനസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം രണ്ടും ഡിസ്നിയുടെ ആയതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീക്ക് നമ്മുടെ അവതാറിൻ്റെ കൂടെ തിയേറ്ററിൽ ഓടിയിട്ട് അതിന് ശേഷമായിരിക്കും നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ ഒഫീഷ്യലി യൂട്യൂബിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ എന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കാം. പക്ഷേ ഇന്ന് വന്നിട്ടുള്ള ഒരു റൂമർ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ കൂടെ 5 ട്രെയിലറാണ് ഡൂംസ്ഡേക്ക് വേണ്ടി അവർ റെഡിയാക്കി പല തിയേറ്റേഴ്സിലും കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതെത്രത്തോളം റിയൽ ആണെന്ന് അറിയത്തില്ല, പക്ഷേ 5 വെർഷൻ ഓഫ് ടീസർ ഇപ്പോൾ ഓൾറെഡി പല തിയേറ്റേഴ്സിലും എത്തിയിട്ടുണ്ടെന്നുള്ള പല ഫേക്കാണോ റിയൽ ആണോ എന്ന് അറിയത്തില്ലെങ്കിലും പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോന്നും, അതായത് സെപ്പറേറ്റ് ടീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസർ നമ്മുടെ മെയിൻ അവഞ്ചേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടും ഒരെണ്ണം നമ്മുടെ ഡൂമിനെ ഫുള്ളി ഫോക്കസ് ചെയ്ത് എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ ഇങ്ങനെ പല ടീമിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള 5 ടൈപ്പ് അല്ലെങ്കിൽ 5 വെറൈറ്റി ആയിട്ടുള്ള ടീസേഴ്സ് ഇപ്പോൾ ഓൾറെഡി പലയിടത്തും എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒറിജിനലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവതാറിൻ്റെ നെക്സ്റ്റ് വീക്ക് ഈ ഒരു പടം റിലീസാവുന്നതിൻ്റെ കൂടെ തന്നെ പല ഓരോരുത്തർ തിയേറ്ററിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പം ഓൾമോസ്റ്റ് ഉറപ്പിക്കാം അപ്പോൾ ട്രെയിലർ വരുമെന്ന്. നമ്മുടെ കേരളത്തിൽ ഇത് സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, പക്ഷേ വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതൊരു വലിയ പടം ആയതുകൊണ്ട് ഈ ഒരു ട്രെയിലർ റിലീസാകാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ 5 വർഷം ട്രെയിലറിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട്. പക്ഷേ പലയിടത്തും ഇതിപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫയർ ആൻഡ് ആഷ് എന്നുള്ള പടത്തിൻ്റെ ഈ ഒരു മൂവി ഫയൽ പല തിയേറ്റേഴ്സിൽ എത്തിൻ്റെ കൂടെ ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ട്രെയിലർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിലറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മിനിറ്റും 27 സെക്കൻഡും ആണെന്നാണ് പറയുന്നത്. ചിലയിടത്ത് 1 മിനിറ്റ് 58 സെക്കൻഡ് വരെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയത്തില്ല. മാക്സിമം ഇത് ഫസ്റ്റ് ടീസർ ആയതുകൊണ്ട്, കാരണം ഇനി പടം ഇറങ്ങാൻ ഇനി 1 വർഷം ഗ്യാപ്പ് കിടക്കുന്നത് കൊണ്ട് മിക്കവാറും 1 മിനിറ്റ് കൂടിപ്പോയാൽ 27 സെക്കൻഡ് വരെയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ എൻഡ് ഗെയിമിൻ്റെ ആദ്യത്തെ ടീസർ എന്ന് പറയുന്നത് 2 മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഇത് ഇത്ര നേരത്തെ വരുന്നതുകൊണ്ട് എത്ര വലിയ ട്രെയിലർ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ റൂമറും പല സംസാരങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ട്രെയിലർ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഈ ആരൊക്കെ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള ആരും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തെങ്കിലും അടുത്ത ദിവസങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ കൂടെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം ഇതൊരു പുതിയ വീഡിയോ കാണാൻ വരെ ബൈ ഗൈസ്.